نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولئن سألتهم ليقولن إنما كنا نخوض ونلعب قل أبالله وآياته ورسوله كنتم تستهزئون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസി വിശ്വാസിനിമാരെ സഹോദര സഹോദരിമാരെ ಅಲ್ಲಾಹುವರೇ ನಿಯಮ ನಿರ್ದೇಶನ ജീവനത്തിലെ എല്ലാ സന്ദർഭത്തിലും സൂക്ഷിച്ചിട്ട് ഇനി ലഭിക്കപ്പെട്ടതായി കുറഞ്ഞ ആയുസ്സരെ ഏറ്റവും നല്ല തക്കുവത്തൊಟ್ಟಿಗೆ മുന്നൽക്കൊമ്പോനോ ചെന്ന് സ്വന്തം നഫ്സിനെ മറക്കാൻ കൂടെ കൂടിയതായി ഓരോ സത്യവിശ്വാസി വിശ്വാസിനിമാരൊಟ್ಟಿಗೆ ನಾನು ವಸಿಯತ್ತಾಕಿ ಉಂಟುಳ್ಳೆ ಉಪದೇಶಾಕಿ ಉಂಟುಳ್ಳೆ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിക്കുകയും മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടി മരിക്കുകയും നാളെ പരലോകത്ത് അവൻ്റെ വിശാലമായിട്ടുള്ള സ്വർഗീയ ഭവനത്തിൽ ഇതുപോലെ ಒಟ್ಟಿಗೆ ಸೇರಗುಲ್ಲೆ ಮಹಾ ಸೌಭಾಗ್ಯ ರಬ್ಬು ಸುಬ್ಹಾನಹು ತಆಲ നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരായി നമുക്കെല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയാണ്. എണ്ണിയ ഒടുങ്ങാത്ത എണ്ണിയുണ്ടായെങ്കിൽ തീരാത്ത അത്രയും അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് കൊടുത്തറ. ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ രൂപ ചെലവാക്കിയെങ്കിലും
മനുഷ്യൻ്റെ ശരീരത്തിൽ ഉള്ളതായ ഓരോ അവയവത്തും ബദലായിട്ട് കൊമ്പറവ് സാധ്യമേ അല്ല. മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവവും അത്രയും വില പിടിച്ചതായി കീമത്തുള്ളതായി എത്ര പണം കൊടുത്തുണ്ടായെങ്കിലും അതുപോലെ ഉള്ളതായ ഒരു അവയവ തിരിച്ചു കൊമ്പറവും വൃക്കത്തുക്കും സാധ്യമല്ല. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള അത്രയും വിലപിടിപ്പുള്ളതായ അനുഗ്രഹ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ശരീരത്തിൽ ഉണ്ടാക്കി തന്നതാണ്. അതിൽപ്പെട്ടതായി ഒരു ചെറിയ ഒരു അവയവം, അതായത് നാവ് ചെല്ലത്, ലിസാന് ചെല്ലത്. മനുഷ്യർക്ക് സംസാരിക്കുള്ളതായ കഴിവ് കൊടുത്തതായ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ മനുഷ്യനായിട്ട് വ്യത്യസ്തനാക്കുന്നത് മറ്റു ജീവജാലങ്ങളിൽ നിന്ന്, ജാനുവാറ് വർഗത്തിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് മനുഷ്യർക്ക് സംസാരിക്കുള്ളതായ കഴിവുള്ളത് കൊണ്ടായിത്തിക്ക. ഞങ്ങളെ ആശയങ്ങൾ, ഞങ്ങളെ ബേജാറും വിഷമവും ഇനൊരാൾക്ക് ആശയവിനിമയാക്കുക മനുഷ്യർക്ക് സാധ്യവും. മനുഷ്യനല്ലാത്ത ഏതെങ്കിലും ഒരു ജാനുവാറുക്ക് അതിലെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഇനൊരാൾക്ക് വിവരിച്ചു കൊടുക്കൂ, ബോധിപ്പിക്കൂ, അങ്ങനെ കൊണ്ടൊത്തു സാധ്യാവില്ല. മനുഷ്യക്ക് സാധ്യാവും. അത് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തതായ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് ഖുർആൻ പടിപാട്ടി തന്നെ. സൂറത്തുൽ ബലദിൽ നമുക്ക് ഇങ്ങനെ കാണുക സാധ്യ. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. മനുഷ്യക്ക് രണ്ട് കണ്ണുറ കൊടുത്തുറ. വലിസാനൻ വശഫതൈൻ, സംസാരിക്കുക, പൽക്ക ബറിയകു, ഒരു നാവുരെയും രണ്ട് ചുണ്ടുരെയും അങ്ങ് കൊടുത്തുറ. അത് അല്ലാഹു സുബ്ഹാനഹു തആല തന്നതായ വലിയ ഒരു അനുഗ്രഹമായി തിക്കറ്. ആ നാവ് കൊണ്ടെത്തു ഇടീ ജനാംഗത്തെ നല്ലാക്കിയെടുക്കുകയും ഇടീ മനുഷ്യന്മാരെ നേരായ മാർഗ കാട്ടിക്കൊടുക്കുകയും ഈ നാവ് കൊണ്ടെത്തു സാധ്യാവും. ഏറ്റവും നല്ല ഉന്നതമായ സംസ്കാരമുള്ളതായ ഒരു ജനവിഭാഗത്തെ മാറ്റിയെടുക്കുകയും ഈ നാവുരെ കൊണ്ടെത്തു സാധ്യാവും. അതേപോലെ ഈ സംസാരം കൊണ്ടെത്തു നാവ് കൊണ്ടെത്തു ഒരു ജനവിഭാഗത്തെ, ഒരു അനുയായിമാരെ ഏറ്റവും മോശപ്പെട്ടതായ ആൾമാരാക്കി തീർക്കുകയും ഒരു മനുഷ്യരെ കൊണ്ടെത്തു സാധ്യാവും. ഈ നാവ് കൊണ്ടെത്തു സാധ്യാവും. ഒരു കമാൻഡ് കൊണ്ടെത്തു ഒരു മനുഷ്യ വിഭാഗത്തെ നശിപ്പിക്കുകയും ഒരു പൽക്ക കൊണ്ടെത്തു സാധ്യാവും. അതായത് നാവുര പ്രത്യേകത ഉള്ളു. സാധാരണ എപ്പോഴും ചെല്ലതുപോലെ അല്ലെ, തൽവാറെ കാട്ടി കത്തിരെ കാട്ടി ഉണ്ട്, നാവുക്കും മൂർച്ചയുണ്ടു. അത് ശരിയായി തിക്കർ. ഒരു കത്തിൽ ഒരാളെ കുത്തുറതിരെ കാട്ടി വലിയ ഒരു ഗായായി തിക്കർ നാവ് കൊണ്ടുള്ള ഒരു കുത്തലും ഒരു ഗായവും. കാരണം ഒരു കത്തിൽ കുത്തിയുണ്ടായെങ്കിൽ ഒരു 5-6 തിങ്കൾ കഴിഞ്ഞെങ്കിൽ, ഒരു വർഷം കഴിഞ്ഞെങ്കിൽ അതിരെ നൊമ്പലവും ഗായവും എല്ലാം ഉണങ്ങിപ്പോണ്ടു. ആയെങ്കിൽ ഒരു പൽക്ക നങ്ങ ഒരാൾക്ക് നങ്ങ കുത്തിയുണ്ടായെങ്കിൽ, ഒരു പൽക്കത്തിൽ നൊമ്പലാക്കിയുണ്ടായെങ്കിൽ അത് എത്ര വർഷം കഴിഞ്ഞെങ്കിലും മാഞ്ഞു പോണ്ടില്ലേ. അതായി തിക്കർ അതിന് പ്രത്യേകത ഉള്ളത്. അതുകൊണ്ടായി തിക്കർ കത്തിരെ കാട്ടി മൂർച്ച ഉണ്ടു അവന്റെ നാവ് പൂച്ചെന്തായി തിക്കർ. ഈ നാവ് കൊണ്ടെത്തു മനുഷ്യക്ക് സ്വർഗവും നരകവും വാങ്ങിയെടുക്കുക സാധ്യാവും. അവന്റെ നാവായി തിക്കർ തീരുമാനിക്കുന്നത്. അവന്റെ നാവ് കൊണ്ടായി തിക്കർ അവനക്ക് സ്വർഗം എടുക്കുക സാധ്യാവൂരെ. അല്ലെ, ഞങ്ങൾ വിചാരിക്കുക നാവ് കൊണ്ടെത്തു എങ്ങനെയായി തിക്കർ സ്വർഗം കരസ്ഥമാക്കുന്നത്? ഈമാൻ വേനല്ലേ, ഇഖ്ലാസ് വേനല്ലേ, നിസ്കാര വേനല്ലേ, നോമ്പ് വേനല്ലേ, അതൊക്കെ ഉണ്ടു. നിസ്കാരമുണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടു, തൗഹീദ് ഉണ്ടു, ഈമാനുണ്ടു. അവന്റെ നാവ് സറിയില്ലെങ്കിൽ ഇത് യാതൊരു പ്രയോജനവുമില്ല. ചില ആൾമാർ അങ്ങനെ ആയി തിക്കർ. അല്ലെ, ആള് നല്ല ആളായി തിക്കർ, നിസ്കരിക്കാലോ, കൃത്യമായിട്ട് ജമാഅത്ത് വേണ്ടാലോ, നല്ല സകാത്ത് കൊടുക്കുറവണു,
നല്ല സ്വഭാവമുണ്ടോ ആയെങ്കിലും നാവു അത്ര ശരിയില്ല, അയാളെ മുട്ട പോകു സാധ്യല്ല. അങ്ങനത്തെ അല്ല അങ്ങനെ കൊടുത്തതായ സക്കാത്ത് കൊണ്ടുത്തു, അല്ലെങ്കിൽ സ്വതക്ക കൊണ്ടുത്തു, ദാനധർമ്മ കൊണ്ടുത്തു, നോമ്പ് കൊണ്ടുത്തു യാതൊരു പ്രയോജനവുമില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊಟ್ಟಿಗೆ കേൾക്കുறாரு, അല്ലാഹു റസൂലേ ഒരു പെണ്ണുണ്ടോ ಅವಳು ಜಾವಗೆಂಚಿತ ತಹಜ್ಜುದ್ ನಿಸ್ಕರಿக்கிறವಳು, ಅವಳು നിസ്കരിக்கிறവಳು, കൃത്യമായിട്ട് ജമാഅത്ത് ಬಂತು നിസ്കരിக்கிறവಳು, അല്ലെങ്കിൽ കൃത്യമായിട്ട് നോമ്പെടുக்கிறവಳು, സുന്നത്ത് നോമ്പെടുത്തോണ്ടുള്ള അത് സക്കാത്ത് കൊടുത്തോണ്ടുള്ള ആള് ആയെങ്കിൽ തുഉദി ജീറാനഹ ബിലിസാനിഹ, അവളെ നാവ് കൊണ്ടുത്ത് അവളെ നിരക്കരെ ദ്രോഹിക്கிறாள். പൽക്ക സരിയില്ല അവളെ. അവളെ വിഷയത്തിൽ എന്തായിത്തിക്ര നബിയെ അഭിപ്രായം, നിങ്ങൾ അഭിപ്രായം എന്താ അവളെ വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായം എന്തരേ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്തല ഖൈറ ഫീഹാ, ഇതിൽ എന്തോ ഒരു ഖൈറുമില്ല. അവള് കൊടുത്തതായ സക്കാത്തിലാവട്ടെ, നോമ്പിലാവട്ടെ, സ്വതക്കാവട്ടെ, നിസ്കാരാവട്ടെ ഒരു ഖൈറുമില്ല. ഹിയ ഫിൽ നാർ, അവളു നരകത്തിലായിത്തിക്കറ്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, സക്കാത്ത് കൊടുത്തത് കൊണ്ടുത്തോ, നോമ്പ് എടുത്തത് കൊണ്ടുത്താ, അല്ലെങ്കിൽ നിസ്കരിച്ചത് കൊണ്ടുത്താ യാതൊരു പ്രയോജനവുമില്ല. അവന്റെ നാവ് സരില്ല ഉണ്ടായെങ്കിൽ, അവന്റെ പൽക്ക സരില്ല ഉണ്ടായെങ്കിൽ. ഒരു സ്ത്രീ അവളു കൃത്യമായിട്ട് ജമാഅത്ത് ബണ്ടില്ല, അവള് നിസ്കരിക്കാള്, കൃത്യമായ സുന്നത്ത് നിസ്കാരമൊന്നും അവൾക്ക് ഇല്ല, കൊറോടിയുണ്ട്. അതുപോലെ നോമ്പല്ല, കൃത്യമായിട്ടുള്ള സുന്നത്ത് നോമ്പ് അവളൊന്നും എടുക്കില്ല. അവള് ദാനധർമാക്കാറ്, അത്ര വലിയ ഒരു ദാനധർമ്മൊന്നും ആക്കില്ല. അവളെ വിഷയത്തിൽ അവളു ആരെയും ദ്രോഹിക്കില്ല, അല്ലെ നല്ല മനുഷ്യ. അവിടെ ഇബാദത്ത് കൊറോടിയിക്കൂ, അവിടെ തക്കുവ കൊറോടിയിക്കൂ, അവിടെ നിസ്കാര കൊറോടിയുണ്ടോ, നോമ്പ് കൊറോടിയുണ്ടോ ആയെങ്കിൽ ഒരാളെയും അവന് ദ്രോഹിക്കില്ല. അവന് ഒരാളെയും അവളെ നാവ് കൊണ്ടുത്ത് നമ്പലാക്കി തിക്കല. അവളെ വിഷയത്തിൽ നിങ്ങളെ അഭിപ്രായം എന്തരേ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ത് ഹിയ ഫിൽ ജന്ന, അവള് സ്വർഗത്തിലായി തിക്കറ്. അപ്പൊ ഞങ്ങളെ നാവായി തിക്കറ് സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്. നാവുക്ക് വലിയ ഒരു പ്രാധാന്യത്തെ ഉണ്ട്. ഒരു മുസ്ലിമായിട്ട് കണക്കാക്കുന്നത്, ഒരു മുസ്ലിമായിട്ട് കണക്കാക്കുന്നത് അവന്റെ നാവും അവന്റെ പൽക്കവും അവന്റെ സ്വഭാവമായി തിക്കറ്. നാളെ പരലോകത്ത് അവന്റെ തുലാസില് വെയിറ്റ് തൂങ്ങുന്നത് അവന്റെ സ്വഭാവമായി തിക്കറ്, വേറൊന്നുമല്ല, അവന്റെ സ്വഭാവമായി തിക്കറ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കേൾക്കാറ്, അയ്യുൽ ഇസ്ലാമി അഫ്ദൽ, ഇസ്ലാമുലു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇസ്ലാം ചെന്നെങ്കിൽ ഏറ്റവും നല്ല മുഅ്മിൻ, ഏറ്റവും നല്ല മുസ്ലിം ആരായി തിക്ര നബിയെ? ഖാല മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അല്ലേ, നന്റെ നാവ് കൊണ്ടുത്തും നന്റെ കൈ കൊണ്ടുത്തും ഇനൊരു മുസ്ലിം സുരക്ഷിതരാവുറാന അവനായി തിക്ര യഥാർത്ഥ മുസ്ലിം. നന്റെ നാവ് കൊണ്ടുത്തു, നന്റെ കൈ കൊണ്ടുത്തു, നന്റെ സ്വത്ത് കൊണ്ടുത്തു, നന്റെ മുതൽ കൊണ്ടുത്തു, നന്റെ അധികാര കൊണ്ടുത്തു ഇനൊരാൾക്ക് ദ്രോഹിക്കണ്ടായെങ്കിൽ അവന് യഥാർത്ഥ മുസ്ലിം അല്ല. അപ്പൊ യഥാർത്ഥ മുസ്ലിം ചെന്നിട്ടെങ്കിൽ നന്റെ നാവ് കൊണ്ടുത്തു ഇനൊരാൾക്ക് നോവിക്കുകുത്തീറ, നൊമ്പലാക്കുകുത്തീറ, അവനായി തിക്കറ് യഥാർത്ഥ മുസ്ലിം ചെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടുണ്ട്. ഓർത്തോല ചെന്നെങ്കിൽ ഒരു ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചമ്മെ ഭാര്യ മാറിന്താർ, പെഞ്ഞായി മാറിന്ന ನಂಗೆ ಗೊತ್ತುಂಟು. ಸೊಫಿಯಾ ರದಿಯಲ್ಲಾಹು ಅನ್ಹರೆ ವರ್ಕ ಅಲ್ಲಾಹು ಆಯಿಷಾ ರದಿಯಲ್ಲಾಹು ಅನ್ಹಾ ವರ್ಕ ಕುಂಟಿ ಇಂಟು ಬಿಲ್ಕಿರ ಕಸೀರ, ಅವಳು ಕುಂಟಿ ಚಂತ ಬಿಲ್ಕಿರ ಆಯಿಷಾ ರದಿಯಲ್ಲಾಹು ಅನ್ಹಾ. ಅಲ್ಲಾಹು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚಂತ ನಿಕ್ ಹಸ್ಬುಕ್, ಅದು ಮಯಾವು ನಿಕ್ಕು, അത് നിക്ക് മയാവ്, ആ പൽക്കമേ നരകത്ത് പോകും മയാവ്. അത്ര വലിയ പൽക്കായി തിക്കുന്ന ചന്ദ്രൻ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറാക്കുന്നു, ഈ മാഫ് കേൾക്കണം, അല്ലെ, ഏറ്റവും വലിയ പൽക്കായി തിക്കറ് ചന്ദ്ര. ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹ്രി ലമസജത്തുഹു, നീ ചെന്ന പൽക്കുണ്ടല്ലേ തിക്കറ്. സാധാരണ ചിലരെ യൂസ് ആക്കുന്നതായ ഓടായിത്തിക്കു കുണ്ടാൻ ചെല്ല, സാധാ കുണ്ടാവും കുള്ളിയായി തിക്കറ്, ಅವು ಗುಂಟಿ ಆಯ್ತು ಇಕ್ಕರು ಚೆಲ್ಲ ಪಲ್ಕೊಂಡಲ್ಲೇ ಅದು ಕಡಲ್ಗೂ ಕುಂಪಾಯ್ತು ಮುಖ್ಯ ಅಂಟ ಎಂಗಲ್ ಕಡಲಿಡಿ
കലങ്ങിപ്പോവൂ ചെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടി കൊടുക്കൂ. അങ്ങനെ വിളിക്കുത്തീര, അങ്ങനെ ആ രൂപത്തിൽ ഒരു പരിഹാസ ഉണ്ടാവുകത്തീര ചെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടി കൊടുക്കൂ. ഏതെങ്കിലും മുന്നൽ നടന്നതായ ഏതെങ്കിലും ചെറുപ്പകാലത്ത് അവന്റെ ബാല്യത്തിൽ എന്തെങ്കിലും ഒരു തപ്പാക്കി തിന്നിട്ടെങ്കിൽ അതിനെ പിടിച്ചിട്ട് ലാസ്റ്റത്തോളം മരിക്കത്തോളം കൊണ്ട് ദ്രോഹിച്ചോണ്ടിരിക്കുന്നതായ ആൾമാറുള്ളാറ് മനസ്സിലാക്കണോ അല്ലെ. മുന്നല് അങ്ങനെ ആയിപ്പോയി, അങ്ങനെ സംഭവിച്ചു പോയിട്ട് അതിനെ വെച്ചിട്ട് ലാസ്റ്റത്തോളം അവന് അങ്ങനെമേ അവന്റെ സ്വഭാവം അതേമേ അവന്റെ പൽക്ക് അതേമേ ആയിത്തിക്കറ ചെന്ന് ദ്രോഹിച്ചോണ്ടുള്ളേ ബുദ്ധിമുട്ടാക്കിയോണ്ടുള്ളതായ ആൾമാറുള്ളാറ്. അല്ലാഹുവേ റസൂലിന്റെ കാലഘട്ടത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമു കടന്നു പണ്ട് അല്ലെ, ഇസ്ലാമുക കടന്നു പണ്ട് ഒർക്ക അബൂദർ റളിയല്ലാഹു അൻഹു ചെല്ല് കറിയാണ്ട് വിൽക്കിற നീഗ്രോര മോനെ യവന സൗദാ ജന്തു പൽക്കത്തിലൊർക്ക പൽക്ക ಬರಿ ಮೊತ್ತುಗು ಪಲ್ಕ ಮೊತ್ತುಗು ಬಿಲ್ಕೆರ ಬಿಲಾಲ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಬಿಲ್ಕೆರ ಯಬ್ನ ಸೌದಾ ಎ ನೀಗ್ರೋರೆ ಮೋನೆ ಅಂತ ಬಿಲ್ಕೆರ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതും കേക്കற മനസ്സിലാക്കற അവിടെ ചെന്തു കൊടുക്കുറു. യാ അബൂദർ ബിൽക്കർ ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ, നിന്റെ ആ ജാഹിലിയത്ര സ്വഭാവനീന് ബുട്ടുത്തില്ലേ ചെന്ത അല്ലാഹു റസൂൽ ഗൗരവത്ര ഭാഷയിൽ അവിടെ അബൂദർറെ അവിടെ ഉപദേശിക്കറ്. അങ്ങനെ വിളിക്കൂ തീരാച്ചൻ. അപ്പൊ മനസ്സിലാക്കുള്ളത് ഞങ്ങളെ നാവു പൽക്ക പറയുമ്പത്തുകു ഏറ്റവും നല്ല കൂലു കൗലൻ സദീദ, ഏറ്റവും നല്ല പൽക്ക വെള്ളിയാസരണ്ട് എപ്പോഴും കേട്ടോണ്ടുള്ളതായ ഒരു ആയത്തായിത്തിക്കർ അല്ലെ. കൂലു കൗലൻ സദീദ, ഏറ്റവും നല്ല പൽക്ക നിങ്ങൾ പറയണോ. യുസ്ലിഹ് ലക്കും അമാലക്കും, അങ്ങനെ പൽക്ക പറയണ്ടായെങ്കിൽ ഏറ്റവും നല്ല സത്യസന്ധത ഉള്ളതായ പൽക്ക പറയണ്ടായെങ്കിൽ യുസ്ലിഹ് ലക്കും അമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ എല്ലാ അമലും അവന് ശരിയാക്കി വിടുറാണ്, നല്ലാക്കി വിടുറാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ തപ്പുര അല്ലാഹു മാഫാക്കി തന്നാണ്. ഏറ്റവും നല്ല പൽക്ക പറഞ്ഞിട്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടായി തിക്കറ്. വാ ഞങ്ങളെ നാവ് കൊണ്ടു ഉണ്ടാവുന്നതായ വിപത്ത് അത് വലിയ ഒരു വിപത്തായി തിക്കറ്. ഒരു ഖുതുബത്തിൽ ചെന്ന് അവസാനിപ്പിക്കുകയുള്ളതല്ല, അതിനെ ഒന്ന് രണ്ട് ഭാഗം മാത്രമായി തിക്കുന്ന ഞങ്ങളെ നാവ് കൊണ്ടുണ്ടാത്ത വിപത്ത് എന്തുണ്ടു ചെന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ഞങ്ങളെ സംഭവിക്കുന്നതായ നാവ് കൊണ്ടുണ്ടാവുന്നതായ അപകട ഒന്ന് അൽ ഇസ്തിഹ്സാഉ, അത് പരിഹസിക്കുന്നതായി തിക്കറ്, പരിഹാസായി തിക്കറ്, തമാസാക്കുന്നതായി തിക്കറ് അല്ലെ, കലിയാക്കറ്. അത് ഞങ്ങളെ നാവ് കൊണ്ടുണ്ടാക്കുന്ന വലിയ ഒരു ആപത്തായി തിക്കറ്. ഒന്നാമതായിട്ട് കലിയാക്കുന്നത് തമാസാക്കുന്നത് അള്ളാഹുരൊട്ടികയും അവന്റെ റസൂലൊട്ടികയും അവന്റെ ദീനൊട്ടികയുമായി തിക്കറ്. എന്തായി തിക്കറ് അള്ളാഹുരൊട്ടിಗೆ തമാസാക്കറ ചെന്നെങ്കിൽ എന്തായി തിക്കറ് അള്ളാഹുര റസൂലൊട്ടിಗೆ തമാസാക്കുന്നത് പരിഹസിക്കുന്നത് എന്തായി തിക്കറ്. ദീനൊട്ടികുള്ള പരിഹാസം എന്തായി തിക്കറ് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അല്ലെ. എന്തായി തിക്കറ് അള്ളാഹുരൊട്ടിಗೆ ഉള്ള പരിഹാസ, ദീനൊട്ടികുള്ള പരിഹാസം എന്തായി തിക്കറ്. ദീനിൽ എന്ത് അള്ളാഹുരെ നിർദ്ദേശത്തിൽ എന്ത് അള്ളാഹുരെ ആയത്തിൽ എന്ത് ദൂരെ പോണ്ടതായ ആൾമാർ, അത് കണ്ടെത്തും കാണാമാർ നടിക്കുന്നതായ ആൾമാർ, അത് അള്ളാഹുരെ ആയത്തിനൊട്ടികുള്ളതായി മതത്തുക്ക് നിരക്കാത്ത പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതായ ആൾമാർ, ദീനക്ക് യാതൊരു സംഭവമില്ല അല്ലെ, യാതൊരു സംബന്ധവുമില്ലാത്ത ആൾമാർ, ദീനല്ലാത്ത പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതായ ആൾമാർ. ഞാൻ മുസ്ലിം ആയിട്ടില്ലേ ആയെങ്കിൽ മുസ്ലിം ഒരു ആചാരം നണ്ടൊട്ടികയില്ലേ, ഇസ്ലാമല്ലാത്ത സംസ്കാര കൊമ്പണ്ടതായ ആൾമാർ, അത് ദീനൊട്ടികാക്കുന്നതായ പരിഹാസായി തിക്കറ്. മുസ്ലിമായിട്ട് മുസ്ലിം അല്ലാത്ത ഏതെങ്കിലും ഒരു ആചാര കൊമ്പണ്ടത്, ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ കൊമ്പണ്ടത് അല്ലെ, ഇസ്ലാമിലെ പേര് കൊമ്പണ്ട് ചില ആൾമാരെ ഇന്ന് ഞങ്ങൾ കണ്ടോട്ടുള്ളല്ലേ അല്ലെ. കേരളത്തിൽ അത്രയും ബുദ്ധിയുള്ളതായ ഉലമാക്കന്മാരുള്ളതായ നാടില് എന്ത് സംഭവിച്ചൊരു സഹോദരന്മാരെ അല്ലെ അല്ലെ. ഞാനിങ്ങനെ ആലോചിച്ചു പോണ്ട്, അവിടെ ഇങ്ങനെ വർഷാവർഷവും വെള്ളപ്പൊക്കവും തണ്ണിയും ഫ്ലഡും എല്ലാം വന്നോണ്ടുള്ളത്. എല്ലാ സീക്രട്ട് തുടക്കവും അവിടെ ആയിത്തിക്കറ് അല്ലെ. കാരണം എന്തു പോയി നോക്കിയിട്ടെങ്കിൽ മനസ്സിലാക്കുക സാധ്യവും. ഇസ്ലാമു ചെല്ല എന്തുമില്ല ഞങ്ങളൊട്ടിക ഒരു പർദ്ദ സമ്പ്രദായമേ ഇല്ല, എല്ലാം പോയിരവിടെ
കോളേജ് സ്റ്റുഡന്റുമാരെ പോയി നിങ്ങൾ നോക്കണം, അവിടെ പോയി നോക്കിയിട്ടായെങ്കിൽ അതിനെ കാട്ടി എത്ര ഹൈറായിത്തിക്കറ ഈ ജാഗയിലുള്ള ആൾമാർ, ഈ ദക്ഷിണ കന്നഡത്തിലുള്ള ആൾമാർ ഏറ്റവും ബെറ്ററായ ആൾമാരായിത്തിക്കർ. നിങ്ങളൊന്ന് പോയി നോക്കണം കേരളത്തേക്ക്, അല്ലേ? അവിടുത്തെ വേഷത്തെ ഒന്ന് നോക്കണം, ഇസ്ലാമിക സംസ്കാരം ഒന്ന് നോക്കണം. കഴിഞ്ഞ ഓണത്തുക്ക് എന്തായിത്തിക്കറ അവിടുത്തെ മുസ്ലിം സഹോദരന്മാർ, അല്ലെ, മുസ്ലിം സഹോദരിമാർ ആട്ടും പാട്ടവും അല്ലെ ഡാൻസും ആക്കിക്കൊണ്ടുള്ളാറ്. ഇത് ഇസ്ലാമുറ പേരില് ഹിജാബ് ഇട്ട് താക്കിക്കൊണ്ടുള്ളതായ ആൽമ, ഇസ്ലാമുറ പേരങ്ങ ഇസ്ലാമുറ ആൽമ. അതായിത്തിക്കറ് ദീനുറൊട്ടികൊള്ളതായ പരിഹാസ മുസ്ലിം നാമധാരിമാരായ ആൽമാർ, ഇസ്ലാമുറ സ്വീകരിച്ചിട്ട് ഇസ്ലാം അല്ലാത്തത് സംസ്കാര കൊമ്പണ്ടതായ ആൽമാർ. അത് ഞങ്ങ ജാഗ്രത ആക്കുന്നു. അത് ദീനുറൊട്ടികൊള്ളേ, അള്ളാഹുരെ ആയത്തുറൊട്ടികൊള്ളേ പരിഹാസമായി തിക്കറ്. അതുകൊണ്ടു അത് വിശ്വാസിമാർ ശ്രദ്ധിക്കുന്നതായ വിഷയമായി തിക്കറ്. അങ്ങനൊട്ടിಗೆ ന്യായീകരണ പലതും ഉണ്ടാവും, പലതും എല്ലാത്തും ന്യായീകരണമായി തിക്കറ്. അത് ഞങ്ങളെ രാജ്യത്തുള്ള ഒരു ഉത്സവമല്ലേ, അല്ലേ? അത് ഞങ്ങളെ രാജ്യത്തിൽ എല്ലാവരും ആക്കുന്നതായ ഒരു ആചാരമായി തിക്കറ്, അല്ലേ? ഇങ്ങനെ ചെന്ന് ന്യായീകരണ പലതും ഉണ്ട്, ന്യായീകരിക്കുന്ന ആൾമാരുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുമാരെ ആ സംഭവ ചെല്ലുന്നതാകിൽ പടിപാട്ടി കൊടുക്കുക. അങ്ങവും അങ്കും ന്യായീകരണ ഇത്ത്, അല്ലെ? ഞങ്ങൾ ഒരു ജസ്റ്റ് ഒരു എൻജോയ്മെന്റ് ആയി തിക്കറ്, വേറെന്തുമില്ല അതില്. അത്രത്തിലുള്ള ആൾമാർക്ക് അള്ളാഹു മറുപടി കൊടുക്കുക. അങ്ങനൊട്ടിಗೆ കേട്ടിട്ടായി അങ്ങ് ചൊല്ലുവാർ, ഇന്ന കുന്നാ നഖൂദു വനൽഅബ്. ഞങ്ങ ജസ്റ്റ് ഒരു എൻജോയ്മെന്റ് ആയി തിക്കറ്, ഒരു കളി മാത്രമായി തിക്കറ്, വേറെ ഇതിലൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കില്ല, അല്ലേ? അങ്ങ് പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്, തമാസാക്കുന്നത് ദീനായി തിക്കറ്. അള്ളാഹു കേക്കറ്, കുൽ നബിയെ ചെന്തു കൊടുക്കൂ, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നിങ്ങ അള്ളാഹുരെയും അവന്റെ ആയത്തിനെയും അതുപോലെ അവരുടെ റസൂലിനെയും നിങ്ങ പരിഹസിക്കരമായിട്ട് കേൾക്കുക. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ചെന്തു കൊടുക്കൂ, കേട്ട് നോക്കൂ. അള്ളാഹുവിനെ നിങ്ങൾ പരിഹസിക്കരമ, അവന്റെ ആയത്തിനെ പരിഹസിക്കരമ, അല്ലേ? ഇസ്ലാമുദ്ദീന് സ്വീകരിച്ചാൽ പിന്നെ ഇസ്ലാമു അല്ലാത്ത പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതായ ആൾമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങൾ യാതൊരു എക്സ്ക്യൂസും ചെല്ലണ്ട, ഒരു ന്യായീകരണവും വേണ്ട, ഒരു നെപ്പവും നിങ്ങൾ ഞങ്ങളുടെ ചെല്ലണ്ട. നിങ്ങൾ എന്തായിട്ടുള്ളത് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങളെ ഈമാൻ സത്യവിശ്വാസ സ്വീകരിച്ചാൽ പിന്നെ നിങ്ങൾ കാഫിറായി, കുഫർ നിങ്ങളൊക്കെ കൊണ്ടു. അപ്പൊ ഇത്തരത്തിലുള്ള ആൾമാർക്ക് കൊടുക്കുള്ളതായ മറുപടിയായി തിക്കറി. ഇസ്ലാം നിങ്ങൾ പുറത്തു പോയിട്ടുള്ളാറ്, ഇസ്ലാം നിങ്ങൾ എൻട്രായിട്ട് പറഞ്ഞു, ഇസ്ലാമുക്ക് നിങ്ങൾ പരിപൂർണമായിട്ടും ഉൾഗ കടന്നു പറഞ്ഞു, അല്ലെ? ഒരു ഭാഗത്ത് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടത് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കല്ല. മുസ്ലിം സമുദായത്തിലെ അവസ്ഥ നോക്കൂ സഹോദരന്മാരെ, അല്ലെ? ഒരു ഭാഗത്ത് ലഹരിയുമായിട്ട് അടിമപ്പെട്ടുകൊണ്ടുള്ളാർ. ഞങ്ങളെല്ലാം വിചാരിച്ചിരിക്കൂ, എൻ്റെ മക്ക ബാരി നല്ല നിലയിലുള്ളാർ, നല്ല സലഫി പ്രസ്ഥാനത്തിലുള്ള തൗഹീദിലുള്ള ഞങ്ങളെ മക്കെന്തും അങ്ങനെ ഒരു ദാരി തപ്പിപ്പോകും സാധ്യത ഉണ്ടാവില്ല എൻ്റെ വിചാരിച്ചിട്ടുള്ളവർ എല്ലാവരും അങ്ങനെ മക്കളെ സംബന്ധിച്ച് നല്ല കോൺഫിഡൻറ്റിലുള്ളാറ്, അല്ലെ? നല്ല വിശ്വാസത്തിലുള്ളാർ. അങ്ങനെ വിശ്വാസം വേണം നമുക്ക്. ആയെങ്കിലും ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത, ഒരു എച്ചര ഞങ്ങളെ മക്കളെ സംബന്ധിച്ചിട്ട് വേണം, അല്ലെ? ഇത് ലഹരി പദാർത്ഥ ഞങ്ങളെ പ്രൈമറി പോലെ മക്കൾക്ക് പോലും, പ്രൈമറിയിലുള്ളതായ മക്കൾക്ക് പോലും എത്തിയുണ്ട്. അതായത് തിക്കറ് വാർത്ത വന്നിട്ടുള്ളേ. അത് രക്ഷിതാക്കന്മാർ അത് ജാഗ്രത ആക്കണം. അങ്ങനെയും മക്കളെങ്ങനെ വിട്ടുപെടുന്നതല്ല. എൻ്റെ മക്കളെന്നാണ് ഒരു കണ്ണ് ഞങ്ങളെ മക്കളെ മേലിൽ വേണു. ഇല്ലെങ്കിൽ പിന്നീട്, അല്ലെ, ദാരി തപ്പി പോയാൽ പിന്നെ ഒർക്കത്തുക്ക് ഞങ്ങൾ ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചെറിയ മക്കയ്ക്കുമ്പത്തുക്ക് വളർത്തിക്കൊണ്ട് കൊണ്ടോണ്ട് ഒരു ജാഗ്രത വേണം, ഒരു കണ്ണ് വേണം. എത്ര കച്ചവടാക്കിയിട്ടും ജാവ് വന്നിട്ടായെങ്കിൽ മോന്റെ വിഷയത്തിൽ ഒരു എന്തെങ്കിലും കേട്ടോണ്ടിരിക്കണോ, മോനെ നീ നിസ്കരിച്ചിരുന്നോ, നീന് എന്ത് നിന്റെ സഹോദരന്മാർ, നിന്റെ കൂട്ടുകാരന്മാർ ആരായി തിക്കറ്, ഇതെല്ലാം കേട്ടോണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഞങ്ങളെ മക്ക വലിയവരും ദുരന്തത്തിക്ക് പോകും കാരണമായി തീരൂ. അതായത് തിക്കറ് ഓരോ വാർത്തയും വന്നോണ്ടുള്ളത്. അതുകൊണ്ടൊത്ത് ജാഗ്രത ആക്കണം. ഒരു ഭാഗത്ത് മുസ്ലിം ചെറുപ്പക്കാർ, ബാലക്കാരന്മാർ ലഹരിയുടെ ബാക്കിലുള്ളവർ,
ഒരു ഭാഗത്ത് ഇത്തരത്തിലെ മതത്തിക്ക് നിരക്കാത്ത മത ആശയത്തിക്ക് നിരക്കാത്ത പ്രവർത്തനവുമായിട്ട് പോയിട്ടുള്ളാറ് ഞങ്ങളെ പെണ്ണുങ്ങവും ബാലക്കാരന്മാരും ബാലക്കാർത്തിമാരും അതുകൊണ്ടൊത്തു ജാഗ്രത ആക്കണോ. ഇത് മതത്തിനൊട്ടിക്കുള്ളതായ പരിഹാസമായിട്ടിക്കറ്. അതേപോലെ മനസ്സിലാക്കൂല. രണ്ടാമതായിട്ട് പരസ്പര അൽ ഇസ്തിഹ്സാഉ ബിന്നാസി, ആൽമാരൊട്ടിക്കുള്ള പരിഹാസം. ആൽമാരെ പരിഹസിക്കുന്ന വ്യക്തിമാരെയും കുടുംബത്തെയും ഒരു സംഘടന ഇതൊരു സംഘടനയും ഇങ്ങനെ പരിഹാസങ്ങൾ യാറായിട്ടുണ്ടോ അല്ലെ? പരിഹാസം ഒരു സംഘടനയെ ഇനൊരു സംഘടനയെ കാണുകയില്ലേ അല്ലെ? എല്ലാം നാണ് തികഞ്ഞ ആൽമാർ, ബാക്കിയുള്ള ആൽമാർ എല്ലാം പോയിറങ്ങ, എല്ലാം ദലാലത്തിലായിത്തിക്കറ്. നന്റെ ഒരു സംഘടന മാത്രമായിത്തിക്കറ് ഏറ്റവും നേരായ സംഘടന, ബാക്കിയെല്ലാം പോയത്. അങ്ങനെ പരിഹസിക്കുന്നതായ ആൽമാർ അല്ലെ? എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നതുപോലെ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫറിഹൂൻ, അങ്ങനെ സംഘടനകൾ അങ്ങ് തൃപ്തരായിട്ടുള്ള നന്റെ പെർഫെക്റ്റ് ഉള്ള സംഘടന അവനും അത് ശരിയില്ല. അപ്പൊ ഇങ്ങനെ പരിഹാസമുള്ളതായ ആ സ്വറ ഞങ്ങൾ ഓരോരുത്തർ മുസ്ലിം സമുദായം ബന്ധമുണ്ടു, തൗഹീദ് പ്രസ്ഥാനത്തുക്ക് പോലും ബന്ധമുണ്ട്. അവന് ശരിയില്ല, അവന്റെ ഡ്രസ്സ് ശരിയില്ല, അവന്റെ താടി ശരിയില്ല, അവന്റെ നിസ്കാരം ശരിയില്ല. ഇതായിത്തിക്കറ് പരിഹാസ. അവന്റെ ദീൻ നമുക്ക് ആവശ്യമില്ല അല്ലെ? അല്ലാഹു സുബ്ഹാനഹു തആല ഇത് പണ്ട് ഈ ആയത്തിറക്കി വിശ്വാസിമാർ പണ്ടല്ല ഞങ്ങൾ വിചാരിച്ചോണ്ടിരുന്ന ഈ ആയത്ത് ഏതെങ്കിലും ഒരു ഖുറാഫത്തുള്ള ആൽമാർക്ക് ഓതിയൊട്ടുന്നതായ ആയത്തായിത്തിക്കറ്. എന്തായിത്തിക്കറ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറം മിൻഹും. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു സത്യവിശ്വാസിനെ വിളിച്ച് ചെല്ലില്ല. യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു കൗമും ഒരു ജനത്തെ ഇനൊരു വിഭാഗത്തെ ആൽമാരെ പരിഹസിക്കണ്ട. അസാ അൻ യകൂനു ഖൈറം മിൻഹും, ഒരു സമയ പരിഹസിക്കുമ്പോഴത്തേക്കു ആ പരിഹസിക്കപ്പെടുന്നതായ ആൽമാറുള്ളാറില്ലേ ഏറ്റവും നല്ല ആൽമാറായിട്ടിക്കൂ. മുന്നല്ല ഞങ്ങ ഖുറാഫത്തുകിന് ഓദ്യോട്ടിന്ന ഞങ്ങ നല്ല ആൽമാർ, അങ്ങ മോശപ്പെട്ട ആൽമാർ, ഞങ്ങൾ നല്ല ഹൈറായ ആൽമാർ അല്ലെ? ഇണ്ടത് ഞങ്ങളെ കൗമുകു ഞങ്ങളെ വിഭാഗത്തുക്ക് ഓതകുമുണ്ടായത്ത് അല്ലെ? എല്ലാവർക്കും ഉള്ളതായിത്തിക്കർ ആയത്ത്. ഏതെങ്കിലും ഒരു സീമിത വർഗത്തുക്കുള്ളതല്ല ഇത് ആയത്ത്, എല്ലാവർക്കും ബാധകമായിത്തിക്കറ്. സത്യവിശ്വാസിമാരെ വിളിച്ചില്ല യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, എല്ലാവർക്കും ബാധകമായിത്തിക്കറ്. ഒരു ജനവിഭാഗ ഇനൊരു ജനവിഭാഗത്തെ പരിഹസിക്കണ്ട. ഒരു സത്യവിശ്വാസിമാരെ ഒരു കൗമു ഇതൊരു സത്യവിശ്വാസിരെ നിങ്ങൾ പരിഹസിക്കണ്ട. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, നിങ്ങളെ കാട്ടി ഒരു സമയം അങ്ങ് ഖൈറായി തിക്കുവാറ്. വല നിസാഉം മിൻ നിസാഇൻ, ഒരു വിഭാഗ പെണ്ണിങ്ങമാറും ഇതൊരു വിഭാഗ പെണ്ണിങ്ങമാരെ പരിഹസിക്കണ്ട, കളിയാക്കണ്ട. അങ്ങ് എന്തുമാവട്ടെ അങ്ങനെ ആദർശമിക്കൂ, അങ്ങനെ ആശയമിക്കൂ. ആറ് സ്വർഗത്തുക്ക് പോകേണ്ട ചെന്ന് ആർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ടിക്കറ്റ് കൊടുത്തില്ല ഇവിടെ. അതുകൊണ്ടൊത്തു പരിഹസിക്കണ്ട. വലാ തനാബസു ബിൽ അൽഖാബ് വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ പരസ്പര കുത്തുവാക്ക് നൊമ്പലാക്കരെ പൽക്ക നിങ്ങൾ പറയുക തീറ. അതുപോലെ രണ്ട് പേര് അഡ്ഡപ്പേര് വിളിച്ചിട്ടും അല്ലെ? അഡ്ഡപ്പേര് വിളിക്കുന്നതായ ആൾമാർ ഇന്നൊരാളെ അല്ലെ? അഡ്ഡപ്പേരിട്ട് വിളിക്കുന്നതായ മേൽപ്പേര് വിളിക്കുന്നതായ ആൾമാറുള്ളാർ, അതും നിങ്ങൾക്ക് തീറ. അത് ഏറ്റവും മോശപ്പെട്ടതായി തിക്രോ. അല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ആറ് തൗബാക്കില്ല, അത്തരത്തിലുള്ള ആൾമാർ തൗബാക്കില്ല എങ്കിൽ അവനെ വലിയ അക്രമിയായി തിക്കറ് ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഉണർത്തറ്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, നാവ് കൊണ്ടൊത്ത് ഉണ്ടാവുന്നതായ വിപത്ത് അത് വലിയതായി തിക്കറ്. അത് ഒരു ഖുതുബ കൊണ്ടൊത്ത് അവസാനിപ്പിക്കുള്ളതല്ല, അത് ഒരുപാട് ഖുതുബത്തിൽ വിശദീകരിക്കുള്ളതായി തിക്കറ്. ഒന്നാമതായിട്ട് മനസ്സിലാക്കിയത് അൽ ഇസ്തിഹ്സാഉ ആയിത്തിക്കറ്, പരിഹാസായിത്തിക്കറ്. അള്ളാഹുരൊട്ടിಗೆ അവരുടെ റസൂലൊട്ടിಗೆ വാക്കുന്നതായ പരിഹാസ അത് വമ്പിച്ചതായിത്തിക്കറ്. അതുപോലെ ആൽമാരൊട്ടിക്കുള്ളതായ പരിഹാസ. അതുകൊണ്ടൊത്തു ജാഗ്രത ആക്കിത്ത് ജീവിക്കുക നമ്മൾ ശ്രദ്ധിക്കണോ. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
അള്ളാഹുവരെ സൂക്ഷിച്ച് ജീവിക്കണോ ചെന്ത് ഇനർക്ക് നിങ്ങളൊട്ടിಗೆ ನಾನು വസിയത്താക്കിയിട്ടുള്ളേ. അതുപോലെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ചൊല്ലുകൊണ്ടത് പള്ളിയിലെ ആ ഒരു ചന്ത എല്ലാവരും സൊഫായിട്ട് കറക്റ്റാക്കി തെക്കറതായി തിക്കറ്. ഇവിടെ ಎಲ್ಲ ಗ್ಯಾಪ್ ಉಂಟು. ഇവിടെ കണ്ടെത്താമൊത്തു ബാക്കിൽ ആൾമാരെല്ലാം മേൽക്കൊണ്ടാറ് ഫുള്ളായിരിച്ചത്. അതുകൊണ്ടൊത്തു ഒന്ന് സൊഫു എപ്പോഴും ಗ್ಯಾಪಿಲ್ಲ ಮಾರು. ಆದರೆ ತಲೆ ಎದುರೆಲ್ಲ ಬಂತು ತೆಕ್ಕೋರು ಬ್ಯಾಕ್ರಲ್ಲ ಆಲ್ಮಾರ್ಗ ತೆಕ್ಕೋಗೋದಕ್ಕೆ ಸಹಾಯ ಅವರು. അതുകൊണ്ടൊത്തു നിങ്ങൾ ആ ഒരു വിഷയ എപ്പോഴും ഉണ്ട് മാത്രമല്ല സൊഫായിട്ട് തെക്കുന്നു. ഗ്യാപ്പ് വെക്കണ്ട. ഓരോ ആൾക്ക് ഇങ്ങനെ ചെമ്മ ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതെല്ലാം ജാഗ്രതാക്കി തെക്കും. അതുകൊണ്ടൊത്തു നിങ്ങൾ മനസ്സിലാക്കുള്ളത് ನಾವು ಕೊಂಡೊತ್ತು ಉಂಡಾವುದಾಯಿ ವಿಪತ್ತಾಯ್ತಿಕ್ಕರು രണ്ടാമതായിത്തൽ ഗീബത്തു. ഗീബത്ത് ചെന്നെങ്കിൽ പരനിന്ദെ ഇനറാലെ സംബന്ധിച്ചത് എപ്പോഴും ചെന്നോട്ടിക്കുന്നത് അയാൾമാർ. എന്തെങ്കിലും ചെന്നോട്ടിക്കുന്നത് അയാൾമാർ. ഒരു കാരണവുമില്ല അല്ലേ. എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയെങ്കിൽ മയോ അതപ്പമേ പ്രചാരം. അവൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ അത് ചെന്ത് നടക്കുന്നത് പ്രചാരാക്കറ് ഇന്നത് വ്യാപകമായിട്ടുണ്ടു അല്ലേ. ഒരു ചെറിയ ഒരു മെസ്സേജ് കൊണ്ടു ലോകത്തിലെ എല്ലാ ജാഗയും അത് എത്തിപ്പെട്ടു. അത് ശരിയുണ്ട അവൻ്റെ പൽക്ക ശരിയുണ്ട എന്തും നോക്കാമാറ് ഫോർവേഡ് ആക്കുന്നതായി ആൾമാർ അല്ലെ. കേട്ടതെല്ലാം ചെന്ത് നടക്കുന്നത് അയാൾമാർ. അൽ ഗീബത്തു എന്തായിത്തിക്കറ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗീബത്ത് നിങ്ങൾക്ക് പടിപാട്ടൻ്റെ ദിക്റുക അഖാക മാ യക്റഹു അല്ലെ. തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടാത്ത ഒരു വിഷയം, നക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വിഷയം അത് എല്ലാ ആൾമാരൊട്ടിಗೆ പ്രചാരാക്കി നടക്കുന്നത് ആയിത്തിക്കറ് ഗീബത്ത് അല്ലെ. ഒരു സഹോദരಗೂ ಅವನಿಗೂ ಚೆಲ್ಲಗೂ ಇಷ್ಟ ಇಲ್ಲ ಅದು ಅಲ್ಲೇ. അങ്ങനത്തെ ഒരു പണിയാക്കി തിക്കൂ അവൻ്റെ ലൈഫിലാക്കിത്തുള്ളേ. അവന് രഹസ്യമായിട്ട് വെച്ച് തിക്കുക. അത് പരസ്യമാക്കറ്. അത് എല്ലാവരൊട്ടിಗೆ പോയിട്ട് ചെന്ത് നടക്കുന്നത് അതായിത്തിക്കറ് ഗീബത്ത് ചെന്ത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടൻ്റെ അപ്പോൾ ഒരു സ്വഹാബി കേക്കറ് അവനൊട്ടിಗೆ എന്തെങ്കിലും അവನು ആക്കി തിന്നെങ്കില ആ ഒരു ഏതെങ്കിലും തപ്പ് ആക്കി തിന്നെങ്കില അത് ചെല്ലുന്നത് തപ്പുണ്ടാ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ത് അവന് ആക്കിയ വിഷയമെങ്കിലും അവരുടെ ലൈഫിൽ എന്തെങ്കിലും ആക്കി തിന്നെങ്കിലും അത് ചെന്ത് നടക്കുന്നത് അതായിത്തിക്കറ് ഗീബത്ത്. ഇനി ആക്കാത്ത വിഷയം ചെന്നിട്ടെങ്കിൽ അവന്റെ പേരിലുള്ള കളവായിത്തിക്കറ്, കളവ് കെട്ടിച്ചമക്കുന്നതായിത്തിക്കറ്. അതുകൊണ്ടൊത്തു അത് രണ്ടും വലിയ ഒരു ആപത്തായിത്തിക്കറ് അല്ലെ. നാളെ പരലോകത്ത് ബണ്ടതായി ഒരു വിഭാഗ ആൽമാറുള്ള അല്ലെ. പരലോകത്ത് ബർമ്മത്തുകു വലിയ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടതായ ആൾമാർ ഇന്നമിൻ ഉമ്മത്തി അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടുണ്ട്. എൻ്റെ ഉമ്മത്തിൽപ്പെട്ടതായ ആൾമാർ ഒരുപാട് ഇബാദത്തായിട്ട് ഒരുപാട് നിസ്കാരവും നോമ്പായിട്ട് പണ്ടതായ ആൾമാർ അങ്ങനെ അമലെല്ലാം ബാത്തിലായിക്കൊണ്ടു. എല്ലാം ബാത്തിലായിക്കൊണ്ടു. എന്തുകൊണ്ടെത്തു അല്ലെ. നാളെ പരലോകത്ത് ഒരു നന്മ കിട്ടുകയായിട്ട് ഒരു സുബ്ഹാനല്ല കിട്ടുകയായിട്ട് അല്ലെ. മക്കളൊട്ടികയും ഭാര്യരൊട്ടികയും അതുപോലുള്ള ആൾമാരൊട്ടിಗೆ പോയിട്ട് കെഞ്ചിത്ത് കേൾക്കുന്നതായ ഒരു അവസ്ഥ ഉണ്ട്. ഒരു ചെറിയ ഒരു സുബ്ഹാനല്ലനക്ക് നീ തരുവേച്ചಂತ കേൾക്കാറ്. മക്കളൊട്ടിಗೆ കേൾക്കാറ്, ഭാര്യരൊട്ടിಗೆ കേൾക്കാറ്. ഒന്നും കിട്ടുകു കാത്തോണ്ടിക്കുന്നതായ ഒരു സമയമായിത്തിക്കറ് പരലോക അണ്ട് അല്ലെ. അണ്ട് ഞങ്ങളെ ആക്കിയതായ ഇബാദത്ത് പോമ്പത്തുകു എത്ര ಬೇಜಾರಾವು നമുക്ക് അല്ലെ. ನಾನು ആക്കിയതായ നിസ്കാര ഇനൊരാൾ ಬಂತು ಕೊಂಪೊಂಬತ್ತುಗು അല്ലെ. ഇണ്ട് അങ്ങനെ ഒരു ഞങ്ങൾ ഒരു കമ്പയർ ആക്കി നോക്കും. ഞങ്ങൾ പൈസ ഒത്തുള്ളൂ ഇങ്ങനെ ലാക്കിനെ വെച്ചിട്ടുള്ള ഓരോരാളിങ്ങനെ എടുത്തോണ്ട് ജാവ് കട്ടോണ്ട് പോയിട്ടെങ്കിൽ എന്താവും ഞങ്ങൾക്ക് എന്ത് ദുഃഖായിത്തിക്കു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഞങ്ങൾ നേടിയെടുത്തതായ സമ്പത്ത് എല്ലാം കൊമ്പയുണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഒരു റൈഡ് ಬಂತು വിചാരിക്കാം എല്ലാം എടുത്തു കൊമ്പൊത്തുകു ഞങ്ങളുടെ മനസ്സിൽ എത്ര ಬೇಜಾರಾവും അല്ലെ. എത്ര ಬೇಜಾರಾവും, എത്ര ദുഃഖാവും. ഞാൻ ഇത്രയല്ല എൻ്റെ ലൈഫിൽ നേടിയെടുത്തതായ സമ്പത്തിനെ ഒരു നാളിൽ എല്ലാവരും എടുത്തു കൊമ്പൊത്തുകു എത്ര ಬೇಜಾರಾവും നിങ്ങൾ ആലോചിക്കും. അതുപോലെ പരലോകത്ത് ഞങ്ങൾ അല്ലെ ചെറുപ്പം മുതൽ 10 വർഷം പിടിച്ചിട്ടില്ല 60-70 വർഷത്തോളോ നേടിയെടുത്ത ഇബാദത്ത് നിസ്കാര ഒരു നിമിഷം കൊണ്ടെത്തു അല്ലെങ്കിൽ ഒരു നാൾ കൊണ്ടെത്തു അല്ലെങ്കിൽ ഒരു സന്ദർഭം കൊണ്ടെത്തു ഒരു പൽക്ക കൊണ്ടെത്തു എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തേക്ക് പരലോകത്ത് വല്ലാത്ത ಬೇಜಾರಾയിത്തിക്കറു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടൻ്റെ അവനായിത്തിക്കറ് എല്ലാം നഷ്ടപ്പെട്ടു പോയതായ മുഫ്ലിസ്
എല്ലാം പാപ്പരായി പോയിട്ട് ദരിദ്രരായിട്ടുള്ള ആൾമാർ ചെന്നെങ്കിൽ അങ്ങായിത്തേക്കറ് അത് എൻ്റെ ഉമ്മത്തിൽപ്പെട്ടതായാൽ ഏതെങ്കിലും ഉമ്മത്തല്ല, എൻ്റെ ഉമ്മത്തിൽപ്പെട്ടതായ ആൾമാർ നാളെ വരകുണ്ടു, അത്തരത്തിലുള്ള ആൾമാർ. അതുകൊണ്ടു എന്തുകൊണ്ടായിത്തേക്കറ് അത്ര സംഭവിക്കുന്നത്? ഞങ്ങളെ പരിഹാസവും ഞങ്ങളെ നാവ് കൊണ്ടുത്തു ഒരാളെ നോവിച്ച് തിന്നണ്ടായെങ്കിൽ, ഗീബത്ത് ചെന്ന് തിന്നണ്ടായെങ്കിൽ, അവൻ്റെ ഉപദ്രാക്കി തിന്നണ്ടായെങ്കിൽ, കടയെടുത്തിട്ട് മുങ്ങി നടന്നതായ ആൾമാറുന്നുണ്ടായെങ്കിൽ, ദ്രോഹിച്ചതാൽ ആൾമാറുന്നുണ്ടായെങ്കിൽ അത് നാവ് കൊണ്ടാവട്ടെ, കൈ കൊണ്ടാവട്ടെ, അതെല്ലാം നാളെ പരലോകത്ത് പകര കൊടുക്കുന്നത്, ബദലായിട്ട് കൊടുക്കുന്നത് ഞങ്ങളെ നന്മയായിത്തിക്കറ്, നിസ്കാരായിത്തിക്കറ്, നാനെടുത്തതായ നോമ്പായിത്തിക്കറ്. അതുകൊണ്ടു ഗീബത്തിൽ നിന്ന് നിങ്ങൾ ദൂരാവണോ ചെന്തല്ലാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടുണ്ട്. ഇനൊരാളെ സംബന്ധിച്ചിട്ട് ഗീബത്ത് പറഞ്ഞ് നടക്കുന്നതായ ആൾമാർ, ഇല്ലാത്തതും ഉള്ള വിഷയം എല്ലായിടത്തും പാടി നടക്കുന്നതായ ആൾമാർ. വിശുദ്ധ ഖുർആൻ അത്തരത്തിലുള്ള ആൾമാരെ നിങ്ങൾക്ക് പടിപാട്ടി തണ്ടത്. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത. അങ്ങനെ ചെല്ലുറതരക്കാട്ടി ഖൈറ് അല്ലേ, അതിനെക്കാട്ടി ഖൈർ അവനുക്ക് ചത്തെ ഒരു മയ്യത്ര ഇറച്ചി തിന്നുന്നതായി തിക്കറ് അവനുക്ക് നല്ലത്. ഒരു ചത്തെ, ഒരു പൈരെ, ഒരു ആടരെ ചത്തതര ഇറച്ചി തിന്നുന്നതായി തിക്കറ്, ഇല്ലെങ്കിൽ ഒരു മനുഷ്യരെ ഇറച്ചി തിന്നുന്നതായി തിക്കറ്. ഗീബത്ത് ചെല്ലുന്നതിനെക്കാട്ടി ഖൈർ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചന കൊടുക്കൂ. അതുകൊണ്ടു ഞങ്ങൾ ജാഗ്രത ആക്കണം. ഗീബത്ത് അത് വലിയ ഒരു വിപത്തായി തിക്കറ്, നാവ് കൊണ്ടുണ്ടാവുന്നതായ വിപത്തായി തിക്കറ്. ഒരുപാട് വിപത്ത് ഞങ്ങളെ നാവ് കൊണ്ടെത്തുണ്ട്. അതുകൊണ്ടെത്തു നാവ് കൊണ്ടല്ലാണ്ട് വേറെ എന്തുകൊണ്ടായിത്തിക്കറ് നരകത്തിക്ക് പോകണ്ടേ ചെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടുണ്ട് അല്ലേ. നരകത്തുകാരുടെ ശിക്ഷയെ കുറിച്ച് ഗീബത്ത് ആക്രതായ ആൽമാറുകളിലെ ശിക്ഷ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ട്. നരകത്തിൽ അങ്ക് അങ്ങനെ കൈക് അങ്ങനെ ഉകുറുകു അതാ ചൊമ്പുര ഉകുറാക്കി വിടും അല്ലാഹു എന്നിട്ട് അങ്ങ് പറിച്ചുകൊണ്ടുള്ളാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് പോയ സന്ദർഭത്തിൽ ഒരു വിഭാഗം ആൾമാരെ കണ്ട് അങ്ങനെ കയ്യില് അതാ അത് ചൊമ്പുര ഉകുറുണ്ടു, അത് മുഖത്തും അതുപോലെ ഹൃദയത്തും ഇങ്ങനെ പറിച്ചോണ്ടുള്ളാറ്, വലിച്ചോണ്ടുള്ളാറ്, ചൊറിഞ്ഞോണ്ടുള്ളാറങ്ങ അല്ലെ. ആറായിത്തിക്കറങ്ങ അങ്ങ ഗീബത്ത് ചെന്നോട്ട് നടന്നതായ ആൽമാറായിത്തിക്കറ. അതുകൊണ്ടു നാവുൽ വേണ്ടതായ ഈ വിപത്ത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിക്കുക. ആരെയും നോവിക്കാമാർ, ആരെയും ബേജാറാക്കാമാർ, ആരെയും എടങ്ങാറാക്കാമാർ നല്ല ഒരു മുസ്ലിമായിട്ട് ജീവിക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണോ. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾ ആക്കിപ്പോയതായ എല്ലാ ദോഷത്തെ റബ്ബ് സുബ്ഹാനഹു വതആല പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. ഞങ്ങൾ എന്ത് രോഗം കൊണ്ടെത്തു കഷ്ടപ്പെടുന്നതായ എത്ര സഹോദരന്മാരുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ രോഗത്തെ എത്ര വേഗ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകമായിട്ട് ദ്വാർക്കുക വസിയത്താക്കിയതായ ആൾമാരുണ്ട്. ഒരു ചെറിയ ഒരു കിടാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട്, സീരിയസ് ഉണ്ട്. ദ്വാർക്കുക വസിയത്താക്കിയാർ അല്ലാഹു സുബ്ഹാനഹു വതആല ആ കിടാവറെ ആ സീക്കരെ എത്ര വേഗ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വീണ്ടും നല്ല ആരോഗ്യത്തിൽ തിരിച്ചു പറയുക അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾ എന്ത് രോഗം കൊണ്ടൊത്തു കഷ്ടപ്പെട്ടതായ ആൾമാർ, ചമ്മ ആൾമാറുള്ള പള്ളിക്ക് പറാമാർ, ഔത്തുൽ തെച്ചത്ത് നിസ്കരിക്കുന്നതായ ആൾമാറുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾ എന്ത് മരിച്ചു പോയതായ ഞങ്ങളെ സഹോദര സഹോദരിമാർ, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ അബ്ബ ഞങ്ങളെ രായത്തങ്ങൾ, ഞങ്ങളെ സംഘടന പ്രവർത്തകന്മാർ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. അതുപോലെ പ്രത്യേകമായി ചെല്ലകുല ഞങ്ങളെ പള്ളിയുടെ കലക്ഷനുണ്ട്, എല്ലാവരും അവരത്ര നിങ്ങൾ സഹായക്കണം. അല്ലാഹുരെ പള്ളിക്ക് കൊടുത്തതായ ഈ സഹായം ഉറക്കത്തുക്കും നഷ്ടമാവില്ല, അത് ബദലായിട്ട് അള്ളാഹു നിങ്ങൾക്ക് തണ്ടാണ്, അതിൽ സംശയമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقيموا الصلاة.